കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു. രമേശ് ചെന്നിത്തല സാർ പറഞ്ഞു ഞാൻ വിളിച്ച് സംസാരിക്കാം. ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും FIR ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? അതിന് ബാബുരാജ് ഒരു ആരോപണം മുന്നോട്ട് വെച്ചു. ഒരു പ്രത്യേക പാർട്ടിയിൽ നിന്നും 2 കോടി രൂപ വാങ്ങിയില്ലേ, ഇതിപ്പോ ഇവര് ഇറങ്ങി ഓടി അവിടുന്ന്. AMMA വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് രമേശ് പിഷാരടിയുടെയും ശ്വേതാ മേനോന്റെയും ഒരു വോയിസ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ വോയിസിനകത്ത് കുറേ ഗുരുതരമായിട്ടുള്ള കുറേ ആരോപണങ്ങൾ ശ്വേതാ മേനോൻ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വോയിസ് പുറത്തു വിട്ടത് ശ്വേതാ മേനോൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം രമേശ് പിഷാരടി തന്നെ ഒരു വാർത്താ സമ്മേളനത്തിനകത്ത് പറയുന്നുണ്ട്, ഞാൻ വളരെ വിശ്വസിച്ച് നമ്മൾ സംസാരിച്ചൊരു കാര്യമാണ്, അത് നമ്മളെ പോലും അനുവാദമില്ലാതെ പുറത്ത് വിടുന്നത് അത്ര ശരിയുള്ള കാര്യമുള്ളതെന്ന്. അത് വളരെ കറക്റ്റാണ്. ഇവരെന്തിൻ്റെ പർപ്പസിലാണ് ഈ ഒരു സാധനം വെളിയിൽ വിട്ടതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇന്ന് രാവിലെ അൻസിബ ഹസൻ്റെയും മാല പാർവതിയുടെയൊക്കെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് അവർ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ശ്വേതാ മേനോൻ അഗെയിൻസ്റ്റായിട്ട് പറയുന്നുണ്ട്. ഈ നിമിഷം വരെയും അതിനൊന്നും അവർ മറുപടി കൊടുത്തിട്ടില്ല. എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ആദ്യം രമേശ് പിഷാരടിയുടെ അടുത്ത് ശ്വേതാ മേനോൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അമ്മ ജനറൽ ബോഡി മീറ്റിങ്ങിനിടയിൽ അശ്ലീല വാക്കുകൾ സംസാരിച്ചു, അതിൻ്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം അവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ. ഇറ്റ്സ് നോട്ട് എ റൈറ്റ് ഫീലിംഗ് ടു മേക്ക്. നമ്മൾ പറയില്ലേ, ഞാൻ ഒരു സിനിമ ഡയറക്ട് ചെയ്തു എന്ന് പറഞ്ഞാല് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട്. ഇതിനകത്ത് എഡോക്ക് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഞാൻ ഗണേശനെ കൊണ്ടുവരുന്ന വലിയ തർക്കങ്ങൾ കഴിഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കും. അത് തരും. അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരണമല്ലോ. നിങ്ങൾ വന്ന് നമ്മളെ അറിയിക്കുന്ന കാര്യങ്ങളും ഇതുമായിട്ട്. പക്ഷെ നിങ്ങളിപ്പോ രാജിവെച്ചു എന്ന് പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചിട്ട് പിഷു അത് പ്രൂവ് ചെയ്യാൻ എന്റെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. എന്ത് പ്രൂവ് ചെയ്യാൻ? നമ്മുടെ ജനറൽ ബോഡി വീഡിയോസ് എങ്ങനത്തെ വാക്കുകൾ പറഞ്ഞു എന്ന്. ഒരു സ്ത്രീ തനിച്ചൊരു സ്റ്റേജിൽ 6-7 മണിക്കൂർ ഈ മറ്റേ നമ്മളെ അശ്ലീല വാക്കുകൾ ബാബുരാജ്, ഇടവേള ബാബുവും സിദ്ദിഖയും മറ്റേ സുരേഷ് കൃഷ്ണയും മറ്റേ സാദിക്ക, പിന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പാഹാജ, പിന്നെ മജീദ് ക, പിന്നെ ആരാണ് മാല പാർവതി, മായ വിശ്വനാഥ്, എല്ലാരും പറയണ കാര്യങ്ങളെല്ലാം അത്ര ക്ലിയറായ ഓഡിയോസും വീഡിയോസും ഉണ്ട് എൻ്റെ അടുത്ത്. ഓക്കെ, അങ്ങനെയുള്ള ഓഡിയോസും വീഡിയോസും ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങി രാജി പ്രഖ്യാപിച്ച സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് അത് പുറത്ത് വിട്ടില്ല? ബാബുരാജ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മീഡിയസിൻ്റെ മുന്നിൽ വന്ന് തെളിവ് ഉൾപ്പെടെ എടുത്ത് വെച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അന്നേരം ആ ഒരു സമയത്ത് ഓഡിയോ പറ്റിയിട്ടോ വീഡിയോ പറ്റിയിട്ടോ ഒന്നും നിങ്ങൾക്ക് പറയണ്ട. ഇപ്പം വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യം എന്തുവാ? അത് മാത്രമല്ല, ഇവർ ഓൾറെഡി രാജി പ്രഖ്യാപിച്ച് ഇവർക്ക് പിന്നെയും അതിനകത്തോട്ട് കയറി പറ്റണമെന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. പബ്ലിക്കായിട്ട് വന്ന് രാജിവെക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെയും അതിനകത്തോട്ട് വലിഞ്ഞു കയറാൻ നോക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ. എന്തായാലും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പം മാല പാർവതി നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. BJPയുടെ കയ്യിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ചു എന്നുള്ള രീതിയിൽ. ഇനി ഇവർ ഈ പറഞ്ഞല്ലോ അശ്ലീല വാക്കുകൾ സംസാരിച്ചു എന്ന്, അതിന് ഒരു മറുപടി ഇന്നത്തെ രാവിലത്തെ പ്രസ് മീറ്റിൽ അവർ കൊടുക്കുന്നുണ്ട്. അവർ ഉന്നയിച്ച മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ജനറൽ ബോഡിയിൽ അവരെ ഒരുപാട് മോശമായിട്ട് പല പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. മായ വിശ്വനാഥ്, അതുപോലെ ബാബുരാജ്, സിദ്ദിഖ്, ഇവരുടെയൊക്കെ പേരെടുത്ത് വന്നിട്ടുണ്ട്. പഹാജ, മജീദ് ക, അങ്ങനെ കുറെ പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് അശ്ലീലം പറഞ്ഞു എന്നാണ് ആ ഓഡിയോ ക്ലിപ്പിൽ അവർ ആരോപിച്ചിരിക്കുന്നത്. അങ്ങനെ അശ്ലീലം ഒന്നും പറഞ്ഞിട്ട് അവർ വന്നപ്പോൾ മുതല് അവരെ കേൾക്കാൻ ഞങ്ങൾ സ്ത്രീകൾ തയ്യാറായിരുന്നു. സ്ത്രീകൾ മുമ്പിൽ നിന്ന് തന്നെ ശ്വേത എന്നെ ഉൾപ്പെടെ കുറച്ചു പേരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജനറൽ ബോഡിക്ക് മുൻപ്. ഞങ്ങൾക്ക് ചേച്ചി സംസാരിക്കാനുണ്ട്, ഞങ്ങൾക്ക് പറയാനുണ്ട് കാര്യങ്ങൾ. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, ഈ കാലയളവിൽ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് വിശദീകരണം ഉണ്ടാവും. അപ്പൊ ഞാനും പറഞ്ഞു അത് ഞങ്ങൾക്ക് കേൾക്കണം, അത് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഉണ്ടാക്കി തരണം. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കും. എന്നിട്ട് നീതി എവിടെയാണ്, ശരി എവിടെയാണോ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുള്ളൂ. നിങ്ങൾ പറയൂ, നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ ജനറൽ ബോഡിക്ക് മുമ്പാണ് അത് സംഭവിച്ചത്. പക്ഷെ ജനറൽ ബോഡി തുടങ്ങി ഇവർ വന്നതിന് ശേഷം അവർ ഈ കഴിഞ്ഞ കാലയളവിൽ നടന്ന ഒരു കാര്യങ്ങളും സംസാരിക്കുന്നില്ല. കേട്ടല്ലോ, ജനറൽ ബോഡി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവർക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് പോലും കൊടുത്തിട്ടില്ല.
മനസ്സിലായോ? ഇവർ അവസരം ചോദിച്ചു വാങ്ങിയിട്ടാണ് പോയി, പ്രത്യേകിച്ച് അൻസിബ തന്നെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, ഇവർ പറയുന്നുണ്ടല്ലോ ഈ അശ്ലീലമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു കൊടുത്തു എന്ന്. എന്തുകൊണ്ട് ഇവരുടെ കയ്യിൽ എവിഡൻസുകൾ ഉണ്ടെങ്കിൽ ഇവർക്ക് കേസ് കൊടുത്തുകൂടാ? ശ്വേതാ മേനോനെ പോലെയുള്ള ഒരാൾ മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിളിച്ച് പറയുന്നതിന് മുന്നേ അതിനൊരു വ്യക്തത വേണം, അല്ലാതെ വന്നിരുന്ന് സംസാരിക്കരുത്. ഇപ്പം സംഭവം ഏകദേശം കംപ്ലീറ്റ്ലി തിരിഞ്ഞു വന്നിരിക്കുകയാണ്. ശ്വേതാ മേനോൻ BJP പാർട്ടിയുടെ കയ്യിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സകലമാന എവിഡൻസും ഇവർ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പം ഇതിനൊന്നും ശ്വേതാ മേനോനൊന്നും പറയാനില്ല. അതായത് ഈ പുള്ളിക്കാരത്തിൽ നിൽക്കുന്ന ആരുടെ കൂടാണ്? ടിനി ടോമിൻ്റെ കൂടെ, പിന്നെ ബാക്കി ലക്ഷ്മി പ്രിയയുടെ കൂടെ. അതായത് ഫുള്ള് കള്ളത്തരം ചെയ്യുന്ന ടീമുകളുടെ കൂടെ കൂട്ടുപിടിച്ചിട്ടാണ് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളൊരു പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ അടുത്തോട്ടൊരു കംപ്ലൈൻറ്റുമായിട്ട് വന്നാൽ അത് സോൾവ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ വന്നിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ? അവര് വന്നിട്ട് സംസാരിച്ചത് മുഴുവനും അതിനു മുൻപ് തന്നെ നേരെ നോക്കിയാൽ കീരി പാമ്പ് പോലെ നിന്ന അംഗങ്ങളാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളുമാണ്. അവരൊക്കെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഒരു പ്രശ്നവുമില്ല. അവരെല്ലാവരും ഒരുമിച്ച് വേദിയിൽ സന്തോഷം, നമുക്ക് സന്തോഷം, അവർ അങ്ങനെ തന്നെ ഇരിക്കണമെന്ന് തന്നെയായിരുന്നു നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. പക്ഷെ അവിടെ വന്നതിന് ശേഷം അവർ ഭയങ്കര ആക്ടിങ് ആയിരുന്നു. എല്ലാവരും വന്നിട്ട് അവര് സംസാരിച്ചത് മുഴുവനും അവരുടെ ഭാഗം കേൾക്കാനാണ് ഈ ജനറൽ ബോഡിയിലുള്ള ആൾക്കാർ അത്രയ്ക്ക് നാണക്കെട്ടിരിക്കുകയാണ്. അമ്മയിലെ അംഗങ്ങൾ മുഴുവനും അതിനെ കുറിച്ച് അവരൊന്നും പറയുന്നില്ല. അവർ പറഞ്ഞത് മുഴുവനും 1500 രൂപ പെൻഷൻ നമ്മൾ കൂട്ടുകയാണ്. ഈ 1500 രൂപ കഴിഞ്ഞ കമ്മിറ്റി 5000 കൂട്ടാനിരുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എത്ര പൈസ കൂട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി? നേരം വെളുത്ത ന്യൂസ് ചാനൽസ് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. ഈ ഒരു വാർത്ത മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യത്തിൽ ബിഗ് TV എടുത്തൊരു നിലപാട് അടിപൊളിയാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഞങ്ങൾ അതിൻ്റെ പുറകെ പോവുകയാണ്, അല്ലാതെ ഒരു കഥയും ഇല്ലാത്ത ഈ ഒരു വിഷയം എടുത്തു വെച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്നായിരുന്നു ബിഗ് TV പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചർച്ച ചെയ്യുവാണ്. ഡേ ബൈ ഡേ ഓരോ കേസസും ഇങ്ങനെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങോട്ട് പൈസ തട്ടിച്ചു, ഇങ്ങോട്ട് പൈസ തട്ടിച്ചു, ഇങ്ങോട്ട് തെറി പറഞ്ഞു, ഇതൊക്കെ തന്നെയല്ല ഉള്ളത്. അല്ല വേറെ എന്താ ഉള്ളത്? അൻസിബ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് അവസാന നിമിഷം, അതായത് ഇവരെല്ലാം രാജിവെച്ച് വെളിയിൽ പോകുന്നൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് നീതി കിട്ടിയത്. അല്ലാതെ എന്ത് നീതിയാണ് കിട്ടിയത്? പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ നീതി കിട്ടിയോ? ഇല്ല. പോലീസുകാരുടെ അടുത്ത് നിന്ന് നേരിട്ട അനുഭവത്തെ പറ്റിയിട്ട് വ്യക്തമായിട്ട് അവർ പെൺകുട്ടി പലതവണയും പറഞ്ഞിട്ടുണ്ട്. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത കേസുണ്ടല്ലോ, അതിനെ പറ്റിയിട്ടും സംസാരിക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞിട്ട് പോലും പോലീസുകാർ FIR ഇട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അതിനുശേഷം ഞാൻ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിന്റെ നമ്പർ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ വിളിച്ചു. ഞാനൊരു 15 or 20 തവണ ഞാൻ റിംഗ് ചെയ്തിട്ടാണ് വിളിച്ചത്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കണം അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വിളിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു FIR ഇട്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ രമേശ് ചെന്നിത്തല സാർ പറഞ്ഞു ഞാൻ വിളിച്ച് സംസാരിക്കാം. അദ്ദേഹത്തിന്റെ ഫോൺ കട്ട് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം എന്നെ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. എന്റെ CI വിളിച്ചിട്ട് പറഞ്ഞു എന്റെ പേര്, വയസ്സ്, കാര്യങ്ങളെല്ലാം എഴുതിയെടുത്തു, അക്നോളജ്മെന്റ് അയച്ചിട്ടുണ്ട്, ഞാൻ പരാതി കൊടുത്തത്. അപ്പൊ ഞാൻ ചോദിച്ചു FIR ഇടുന്നില്ലേ സാർ? അല്ല, അത് ഞങ്ങൾ 14 ദിവസം മുമ്പ് പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന്. ഒരു പെൺകുട്ടിക്കെതിരെ സ്ലട്ട് ഷേമിങ്ങിന്റെ ഏറ്റവും മാക്സിമം ആണ് ട്രെയിലറും ടീസറും പ്രീമിയറും അടക്കം ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് വളരെ സത്യമല്ലേ? ഈ ലക്ഷ്മി പ്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ഇപ്പം ടിനി ടോം എന്ന് പറയുന്നവർ ആയിക്കോട്ടെ, എത്രത്തോളം മോശമായിട്ടാണ് ഈ അൻസിബയെ പറ്റി വന്ന് സംസാരിച്ചിരിക്കുന്നത്. എന്ത് ആക്ഷനാണ് എടുത്തത്? പോലീസ് സ്റ്റേഷനിലൊക്കെ പല സ്ത്രീകളും ചെല്ലുന്നത് അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം പോലീസുകാർ തന്നെ ഈ ഒരു രീതിയിലൊക്കെ ബിഹേവ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീരെ മോശമാണ്. അപ്പോൾ ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാ ഒരു സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് അൻസിബ സംസാരിക്കുന്നത്. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കരുത്. കേസുമായിട്ട് ഏതെങ്കിലും സ്ത്രീകൾ പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് നീതിയാണ് മേടിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ടാണ് പോലീസുകാർ പറയുന്നത് ഇത് പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന്. പ്രഥമ ദൃഷ്ടിയ തന്നെ കേസുണ്ട്. FIR ഇട്ടാൽ എന്താണ് കുഴപ്പം? FIR ഇട്ടിട്ട് കഴമ്പില്ലെങ്കിൽ കളയാലോ. പക്ഷെ പ്രിലിമിനറി എൻക്വയറി മാത്രമാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും FIR ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു, കേരളത്തിലുള്ള പോലീസ് സ്റ്റേഷനുകൾ എല്ലാം ഇങ്ങനെയാണോ ഇങ്ങനെയല്ലേ എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിയണം.
ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നുണ്ട്. എനിക്ക് ആഭ്യന്തരമന്ത്രിയോടുള്ള റിക്വസ്റ്റ് ആണ്, ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് സാധാരണക്കാര് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് വരുന്ന സമയത്ത് ആ പരാതി എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പരാതിക്കാർക്ക് സ്വാധീനവും പണവും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പരാതി എടുക്കില്ലേ? ആരോപണ വിധേയരായിട്ടുള്ളവരെ സഹായിക്കാനാണോ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രി തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള, ഇത് എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ഈ വന്ന് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിലൊക്കെ 100% ഞാൻ അൻസിബയെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, ഇത്രയും പബ്ലിക്കായിട്ട്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പോലീസുകാർ ഇത് വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ലക്ഷ്മിപ്രിയയുടെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ പച്ചയ്ക്ക് വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിപ്രിയ, അൻസിബ എന്ന പേരുൾപ്പെടെ എടുത്തു വെച്ച് സംസാരിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് കേസ് കൊടുക്കാം. ഒരു തെളിവും ഒന്നുമില്ലാതെ അൻസിബയുടെ പേരിൽ ലക്ഷ്മിപ്രിയ കൊണ്ടുവന്ന് കേസ് കൊടുത്ത സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അൻസിബയുടെ ഏതെല്ലാം രീതിയിലായിരുന്നു ഈ പോലീസുകാർ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്ത്. ആ പെൺകുട്ടി തന്നെ വന്ന് പബ്ലിക്കിൽ പറഞ്ഞ കാര്യമാണ് അതൊക്കെ. എന്തായാലും ഒരു അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷനും ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ കുറേ തട്ടിപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളും ചീത്തവിളിയും. ഇത് തന്നെ നേരം വെളുത്ത് കഴിഞ്ഞാൽ ഇതിന് ഒരു അന്തോ അവസാനവും ഇല്ല. അത്യാവശ്യം പിന്നെ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ കുറേ ആൾക്കാരുണ്ടല്ലോ, സിനിമാ നടന്മാരായിക്കോട്ടെ സിനിമാ നടിമാരായിക്കോട്ടെ, അവർക്ക് എന്തെങ്കിലും ഈ മെഡിസിൻ വാങ്ങാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെറിയ ചിലവിനോ ഒക്കെ ഉള്ള പൈസ കിട്ടും എന്നുള്ളൊരു സാധനം മാത്രമേ ഇതിനകത്തുള്ളൂ. അല്ല, ഇതിനകത്ത് ഒരു ഇതുമില്ല. ആദ്യമേ ഒരു അമ്പലത്തിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് 65 ലക്ഷം രൂപ മേടിക്കുന്ന ഒരു കേസിനകത്തോട്ട് പോയി. അതായത് ശ്വേതാ മേനോൻ തന്നെ 65 ലക്ഷം രൂപ അമ്പല കമ്മിറ്റി ആൾക്കാരുടെ കയ്യിൽ നിന്ന് കണ്ട് വാങ്ങിയത്. എന്തിനാണ് അമ്പലത്തിനൊക്കെ പ്രൊമോഷൻ? ഭക്തജനങ്ങളുടെ പൈസ എടുത്ത് വെച്ചിട്ടാണ് നീയൊക്കെ കൊടുക്കുന്നത്. എന്തും ഇവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മാല പാർവതി വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ആയിട്ട് വന്നിട്ടുണ്ട്, അതായത് ശ്വേതാ മേനോനെ പറ്റി. അതും കൂടി കേൾക്കാം. ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള അമ്മ ഭാരവാഹികൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അൻസിബ ഹസൻ, ഉഷ ഹസീന, മാല പാർവതി തുടങ്ങിയവരും ആരോപണം ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ നൽകാമെന്ന് പറഞ്ഞ ശ്വേതാ മേനോൻ BJPയിൽ നിന്ന് 2 കോടി വാങ്ങിയെന്ന് മാല പാർവതി ആരോപിച്ചു. ഇക്കാര്യം പുറത്തു കൊണ്ടുവന്നത് ബാബുരാജാണെന്നും മാല പാർവതി പറഞ്ഞു. കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങാൻ ശ്വേത ഇടപെട്ടുവെന്ന് മുൻ BJP കൗൺസിലർ പറയുന്ന വീഡിയോയും മാല പാർവതി പങ്കുവച്ചു. അൻസിബ പറഞ്ഞ പല കാര്യങ്ങളും അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അൻസിബയോടൊപ്പം നിന്ന് ഇവർക്ക് ഉത്തരവില്ലാതെയായി എന്നുള്ളത് സത്യമാണ്. അതിന് ബാബുരാജ് ഒരു ആരോപണം മുന്നോട്ട് വെച്ചു. ഒരു പ്രത്യേക പാർട്ടിയിൽ നിന്നും 2 കോടി രൂപ വാങ്ങിയില്ലേ. ഇത് ജനറൽ ബോഡി സീരിയസ് ആയിട്ട് എടുത്തൊരു ആരോപണമൊന്നുമല്ല. പിറ്റേ ദിവസം ലക്ഷ്മിപ്രിയ പറയുമ്പോഴാണ് നമ്മൾ ഇത് ഇത്ര ഗൗരവം ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഇവര് ഇറങ്ങി ഓടി അവിടുന്ന്. കേട്ടല്ലേ, ബാബുരാജ് ഇതുപോലെ ഒരു ആരോപണം പറഞ്ഞ സമയത്തായിരുന്നു ശ്വേതാ മേനോനല്ല അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ട് രാജി എന്നും പറഞ്ഞിട്ട് ഇറങ്ങിയത്. മനസ്സിലായ? തിരിച്ച് പറയാനായിട്ട് ആൻസർ ഇല്ല. അപ്പം സംഭവം ഉള്ളതാണ്. മനസ്സിലായ? നിങ്ങൾ ഇത്രയും വലിയ ഒരു സ്കാമും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഈ എന്തു പറയണ്ട അൻസിബയ്ക്ക് ഒരു നീതി മേടിച്ചു കൊടുക്കാതിരിക്കുന്നത്. അതായത് അമ്മ എന്നാണ് ഇതിൻ്റെ ഒരു പേര്. എന്നാൽ പരസ്പരം സ്ത്രീകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിയുണ്ടാക്കുന്ന ഒരു അസോസിയേഷൻ. എന്തിനാണ് ഓടുന്നത്? നമ്മളോടൊരു അനാവശ്യമായ ആരോപണം പറഞ്ഞാൽ തിരിഞ്ഞു നിന്നത് ആരോടോ എന്നല്ലേ തിരിച്ചു ചോദിക്കുക. അങ്ങനെ ചോദിക്കാതെ അവരിറങ്ങി ഓടിയത് എന്തിനാണ്? നമുക്ക് മനസ്സിലാവുന്നില്ല അവരെന്തിനാണ് അങ്ങനെ ഓടിയതെന്ന്. അതിനുശേഷം ഞാൻ പോവുകയാണ്, അംഗത്വം രാജിവെച്ച് പോവുകയാണെന്ന് പ്രഖ്യാപിച്ച് അവർ പോയി. 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവിടെ കുറെ പരിപാടികളുണ്ട്. കേട്ടല്ലോ, ഇത് ഒന്നാമത്തെ കാര്യം. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ശ്വേതയുടെ വിശ്വാസ്യതയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. ഞങ്ങളുടെ അറിവിൽ അവർ അമ്മയുടെ മെമ്പറല്ല. അവർക്ക് അമ്മയുമായിട്ട് എന്താണ് ബന്ധം എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ 15 കോടി രൂപ ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സംസ്ഥാന നേതാവാണ്, മുൻ കൗൺസിലറാണ് ശ്രീമതി പത്മജ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവര് എങ്ങനെയാണ് ഈ വിഷയം സംസാരിക്കുന്നത്? ഇവര് അമ്മയുടെ നേതാവാണോ? ശ്വേത പലവട്ടം പറഞ്ഞു അവര് കോൺഗ്രസ് ആണ്. അവർക്ക് കോൺഗ്രസ് ആകാം, BJP ആകാം, CPM ആവാം, അല്ലെങ്കിൽ CPI ആകാം. ഞങ്ങൾക്ക് ആർക്കും അതിൽ ഒരു വിരോധവുമില്ല, ഒരു അയിത്തവുമില്ല. പക്ഷേ ഇവിടെ ഇതിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഞങ്ങൾ എതിർക്കും. ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യുമ്പോഴാണ് അൻസിബയൊക്കെ ഒരു കള്ളിയായിട്ട് മാറുന്നതും അൻസിബയൊക്കെ എല്ലാവരും കൂടെ കൂട്ടത്തോടെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിപ്പോൾ ശ്വേതാ മേനോൻ മാത്രമല്ല, ടിനി ടോമിൻ്റെ കാര്യം അന്വേഷിച്ച് കഴിഞ്ഞാൽ കുറേ ഡീറ്റെയിൽസ് കിട്ടും. ടിനി ടോമിൻ്റെ പേരിൽ ആദ്യം കേസ് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു, പിന്നെ കോടതിയിൽ പോയിട്ട് കോടതി തന്നെ കേസ് എടുക്കാൻ പറഞ്ഞു.
ഇങ്ങനെയുള്ള പല പല പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം പറഞ്ഞിട്ട് ശ്വേതാ മേനോൻ ഖമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇത് തന്നെ എന്തായാലും നേരം വെളുത്തു കഴിഞ്ഞാൽ അമ്മ അമ്മ അമ്മ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതും കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടെങ്കിൽ പിന്നെയും വേണ്ടില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.